Dear students, in this video lecture, we are going to discuss about some theorems in graph theory. All these theorems are very important and these are commonly asked for university examination. Our first theorem is Euler's formula. A connected planar graph with n vertices and e edges has e minus n plus 2 regions. So we are having a connected planar graph which is having n vertices and e edges, and we have to prove that for that particular graph we have e minus n plus 2 regions. So we start our proof with the given connected planar graph. Consider the connected planar graph G with n vertices and e edges. The theorem can be proved by constructing a sequence of subgraphs G1, G2, G3, etc. Ge by successively adding an edge at each stage. So ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് തന്നിരിക്കുന്ന കണക്റ്റഡ് പ്ലേനാർ ഗ്രാഫ് G ആണ്, n വെർട്ടിസസും e എഡ്ജസും. ഇതിന് നമ്മൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഗ്രാഫിന് നമ്മൾ സബ് ഗ്രാഫ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാം. ഈ എഡ്ജസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ നമ്പർ ഓഫ് സബ് ഗ്രാഫ്സ് ആയിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത് G1, G2, G3, etc. Ge by successively adding an edge each stage. ഓരോ സ്റ്റേജിലും ഓരോ എഡ്ജ് വെച്ച് ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സബ് ഗ്രാഫ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. So how we can, what is the method of constructing this subgraphs? Arbitrarily pick one edge of G to obtain G1. Obtain Gn from Gn minus 1 by adding an edge that is incident with a vertex already in Gn minus 1. This G is obtained after E edges are added. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇനീഷ്യൽ ഗ്രാഫ് ജിയിലെ ഏതെങ്കിലും ഒരു എഡ്ജ് ആയിരിക്കും സബ് ഗ്രാഫ് G1ലെ എഡ്ജ് ആയിട്ട് വരുന്നത്. അപ്പോൾ G1ല് ചുരുക്കം പറഞ്ഞാൽ ഒരു എഡ്ജേ വരുള്ളൂ, G2ല് 2 എഡ്ജ് വരും, G3ല് 3 എഡ്ജ്. ഫൈനലി GE എന്ന് പറയുന്ന സബ് ഗ്രാഫ് ആവുമ്പോഴേക്കും ഗ്രാഫിലെ എല്ലാ എഡ്ജസും അതേപോലെ തന്നെ വന്നിരിക്കും. അതേ രീതിയിലായിരിക്കും കൺസ്ട്രക്ഷൻ വരുന്നത്. നമുക്ക് ഇതിന്റെ ആ ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് അവർ G is like this. This is our G. നമ്മുടെ ഈ ഗ്രാഫ് ജിക്ക് 4 വെർട്ടീസസും 4 എഡ്ജസും ആണ് വരുന്നത്. Now we are going to construct our G1. G1 വെക്കണമെങ്കിൽ എന്താന്നാ പറഞ്ഞേക്കുന്നത്? Arbitrarily pick one edge of G to obtain G1. ജിയിലെ ഏതെങ്കിലും ഒരു എഡ്ജിനെ പിക്ക് ചെയ്യാം. A to B എന്നുള്ള എഡ്ജിനെ നമുക്ക് തൽക്കാലം പിക്ക് ചെയ്യാം. So this is our G1 subgraph. So G1 is a subgraph of G. Now we have to construct G2. G2 എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കി. Obtain Gn from Gn minus 1 by adding an edge that is incident with a vertex which is already in Gn minus 1. അപ്പോൾ G1ലെ ഗ്രാഫ് അതേപോലെ നിലനിർത്തിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള വെർട്ടിസസിലേക്ക് ഇൻസിഡന്റ് ആയിട്ട് വരുന്ന എഡ്ജസ് ഒരു എഡ്ജ് ആയിരിക്കും G2ൽ ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് 2 വെർട്ടക്സ് നമ്മുടെ കയ്യിലുണ്ട്, എയും ബിയും എന്ന് പറയുന്ന 2 വെർട്ടിസസ് നമ്മുടെ കയ്യിലുണ്ട്. എയിലേക്കും അല്ലെങ്കിൽ ബിയിലേക്കോ ഇൻസിഡന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എഡ്ജിനെ G2ൽ ആഡ് ചെയ്യാം. ഇവിടെ G2ന്റെ കേസിൽ ഞാനിപ്പോൾ ബിയിൽ നിന്ന് ഇൻസിഡന്റ് ആവുന്ന ഒരു എഡ്ജിനെ ആഡ് ചെയ്യാൻ പോവാം. ബിയിൽ നിന്ന് ഇൻസിഡന്റ് ആയിട്ടുള്ള സി എന്ന് പറയുന്ന BC എന്ന് പറയുന്ന എഡ്ജാണ് G2ന്റെ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി G3 കൺസ്ട്രക്ട് ചെയ്യണമെങ്കിലോ ഇതേ മെത്തേഡ് തന്നെ G2നെ അങ്ങനെ തന്നെ നിലനിർത്തുക. എന്നിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള G2ൽ ഏതെങ്കിലും വെർട്ടിസസ്, ഇപ്പോൾ G2ൽ നമുക്കിപ്പോൾ നിലവിൽ 3 വെർട്ടക്സ് വരുന്നുണ്ട്, എയും ബിയും സിയും. ഈ 3 വെർട്ടക്സിലേക്ക് ഇൻസിഡന്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു എഡ്ജിനെ G3ൽ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് എയും ബിയും സിയും ഓൾറെഡി ഉണ്ട്, ബിയിൽ ഇനി വേറെ എഡ്ജ് ഒന്നും വരാനില്ല, ഇൻസിഡൻസ് റിലേഷൻഷിപ്പിൽ വേറെ എഡ്ജസ് ഒന്നും കാണിക്കുന്നില്ല. എയിൽ നിന്നും എഡ്ജ് ഉണ്ട്, സിയിൽ നിന്നും എഡ്ജ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു വെർട്ടക്സിൽ നിന്ന് ഒരു എഡ്ജ് വെക്കാം. സോ ഐ എം ചൂസിങ് എ. ദിസ് ഈസ് അവർ G3. Now we construct our G4. G4 construction
നമ്മൾ G3യുടെ ഗ്രാഫ് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് ഇതിലുള്ള വെർട്ടിസസിൽ നിന്ന് ഇൻസിഡന്റ് ആയിട്ടുള്ള ഏതെങ്കിലും പുതിയൊരു എഡ്ജിനെ ആഡ് ചെയ്യണം. നമുക്കിപ്പോൾ നോക്കിയേ, എയും ബിക്കും നമ്മൾ ഓൾറെഡി എല്ലാ ഇൻസിഡൻസും കഴിഞ്ഞതാണ് ഒറിജിനൽ ഗ്രാഫിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ സിക്കും ഡിക്കും ആണ് ഒരു എഡ്ജ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സിയുടെയും ഡിയുടെയും ഇടയിലുള്ള ഒരു എഡ്ജ് കൂടെയാണ് ഇനി ആഡ് ചെയ്യാനുള്ളത്. നമ്മൾ അത് G4 ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ 4 സബ് ഗ്രാഫ്സ് ആണ് ഈ എഡ്ജ് ആഡിങ് പ്രൊസീജിയർ വഴി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. G1 ഒരു എഡ്ജ്, G2 2 എഡ്ജ്, G3 3 എഡ്ജ്, G4 4 എഡ്ജും വന്നു. That means our complete graph, our already existing graph, we start with G, which is having 4 edges, and that G is obtained in G4th stage. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് G is obtained after E edges are added. Now we are going to check whether our proof, the equation E minus n plus 2 is true for this particular subgraphs. നമ്മൾ ഇനി ചെക്ക് ചെയ്യാണ് നമ്മുടെ G1, G2, G3, G4 എല്ലാം ഈ പറഞ്ഞ നമ്മുടെ ഈ ഇക്വേഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ഗ്രാഫ് G1ന്റെ കേസിൽ നമുക്ക് for G1 we are having 2 vertices, then 1 edge. So R is equal to E minus, that is 1 minus 2 plus 2. 1 minus 2 plus 2, it is equal to 1. ശരിയാണ്. For G1 we are having only one region. So the relation is true for G1. Likewise for G2. G2 we are having 3 vertices. എത്ര എഡ്ജ് വരും? 2 edge. Then region is R is equal to E minus n, that is 2 minus 3 plus 1. 2 minus 3 minus 1 minus 1 minus 1 plus 2 minus 1 plus 2 plus 1. So we get one region in G2. Likewise ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതായത് n equal to 1 ട്രൂ ആയി, n equal to 2 ട്രൂ ആയി, അങ്ങനെയാണെങ്കിൽ n equal to n എന്നുള്ള വാല്യൂവിന് എന്ന് പറയുന്ന വാല്യൂവിന് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ആ അസംഷന്റെ ബേസിസിൽ n plus 1 ട്രൂ ആണെന്ന് പറയണം. ആ ഒരു രീതിയിലാണ് ഇനി പ്രൂഫ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ഇതേപോലെ സബ് ഗ്രാഫ്സ് ക്രിയേറ്റ് ചെയ്തു. സബ് ഗ്രാഫ്സിൽ G1 ഗ്രാഫിന് ട്രൂ ആണെന്ന് പറഞ്ഞു, G2 ഗ്രാഫിന് ട്രൂ ആണെന്ന് പറഞ്ഞു, G3യും G4ഉം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫോർമുല R equal to E minus n plus 2 എന്ന് പറയുന്ന ഫോർമുല സബ് ഗ്രാഫ് G1ന് ട്രൂ ആണെന്ന് നമ്മൾ കണ്ടു, G2ന് ട്രൂ ആണെന്ന് നമ്മൾ കണ്ടു. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ആ ഒരു പോസിബിലിറ്റിയിൽ n ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. That's why by mathematical induction, now we assume that Rn is equal to En minus Vn plus 2 is true for Gn. Now what we are going to do is we are going to create Gn plus 1 from Gn. So what we are going to do is we are trying to add a new edge which is between an plus 1 vertex and bn plus 1 vertex. Now we are having two possibilities. നമുക്കിനി രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. an plus 1 എന്ന് പറയുന്ന വെർട്ടെക്സും bn plus 1 എന്ന് പറയുന്ന വെർട്ടെക്സും ഓൾറെഡി Gn ഉണ്ട് എന്നുള്ള ഒരു കേസും, ഇതിലേതെങ്കിലും ഒരു വെർട്ടെക്സ്, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒരു വെർട്ടെക്സ് an plus 1 അല്ലെങ്കിൽ bn plus 1 ഇല്ല എന്നുള്ള ഒരു സാഹചര്യവുമാണ് രണ്ട് പോസിബിലിറ്റീസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് an plus 1ഉം bn plus 1ഉം ഓൾറെഡി Gn എന്ന് പറയുന്ന സബ് ഗ്രാഫിൽ ഉണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ an plus 1ഉം bn plus 1ഉം ഗ്രാഫിൽ ഉണ്ട് എങ്കിൽ വാട്ട് ഈസ് corresponding situation of the graph? These two vertices must be on the boundary of a common region R, or else it would be impossible to add the edge an plus 1 bn plus 1 to Gn without two edges crossing. The addition of these two new edge splits R into two regions.
സോ ഇവിടുത്തെ സാഹചര്യത്തിൽ an+1ഉം bn+1ഉം ഓൾറെഡി gn എന്ന് പറയുന്ന ഗ്രാഫിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് ഈ രണ്ട് വെർട്ടിസസും ഏതെങ്കിലും ഒരു റീജിയന്റെ ബൗണ്ടറിയിൽ വരുന്ന വെർട്ടിസസ് ആയിരിക്കും. കോമൺ ആയിട്ടുള്ള ഒരു റീജിയന്റെ ബൗണ്ടറിയിലുള്ള രണ്ട് വെർട്ടിസസ് ആയിരിക്കും an+1ഉം bn+1ഉം നിലവിൽ ഗ്രാഫിൽ വരുന്നത്. അങ്ങനെയല്ല എങ്കിൽ, ബൗണ്ടറിയിലല്ല വരുന്നതെങ്കിൽ നമ്മൾ ഒരു എഡ്ജ് വരച്ചു കഴിഞ്ഞാൽ, പുതിയൊരു എഡ്ജ് an+1 to bn+1 എന്ന് പറയുന്ന ആ എഡ്ജ് വരച്ചു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രാഫിൽ ഇന്റർസെക്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ആ പ്ലേനാർ റിലേഷൻ എന്ന് പറയുന്ന സാധനം വയലേറ്റ് ചെയ്യും. പ്ലേനാർ ഗ്രാഫ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വയലേറ്റ് ചെയ്യും. അപ്പൊ അതിനുള്ള പോസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് we assume that these two vertices must be on the boundary of a common region R. ഈ രണ്ട് വെർട്ടിസസും ഒരു കോമൺ റീജിയന്റെ ബൗണ്ടറിയിൽ കിടക്കുന്ന വെർട്ടിസസ് ആണ്. For example, the graph structure is somewhat this is just a demonstration. See, ഈ ഗ്രാഫില് ബൗണ്ടറി എന്ന് പറയുന്നത്, ഈ ഗ്രാഫിലെ ഈ ഇന്നർ റീജിയന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് A, C, B, D എന്ന് പറയുന്ന വെർട്ടിസസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പുതിയൊരു എഡ്ജ് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു എഡ്ജ് ആഡ് ചെയ്യുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ദിസ് റീജിയൻ സ്പ്ലിറ്റ്സ് ഇൻടു 2. റീജിയന്റെ കേസിൽ ഒരു എഡ്ജ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെർട്ടിസസ് മാറുന്നില്ല, വെർട്ടിസസിന്റെ എണ്ണം മാറുന്നില്ല, എഡ്ജിന്റെ എണ്ണം 4 എന്നുള്ളത് 5 ആയി, റീജിയന്റെ എണ്ണം 2 ആവുകയും ചെയ്തു. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. The addition of this new edge splits R into 2 regions. അപ്പൊ ഇപ്പോഴത്തെ കേസിൽ Rn+1 എന്ന് പറയുന്ന റീജിയൻ Rn+1ല് Rnന്റെ എത്രയായിരുന്നു ഉണ്ടായിരുന്നത് അത് ഒന്ന് കൂടി, ദാറ്റ് ഇസ് Rn+1. എഡ്ജ്, പുതിയ എഡ്ജ് ആഡ് ചെയ്തപ്പോഴാണ് റീജിയൻ കൂടിയത്. അപ്പൊ എഡ്ജിന്റെ എണ്ണവും En+1ല് En-നേക്കാൾ ഒരെണ്ണം കൂടി, En+1. വെർട്ടിസസിന്റെ എണ്ണം കൂടിയിട്ടില്ല, കാരണം രണ്ട് വെർട്ടിസസും ഓൾറെഡി ഗ്രാഫിൽ ഉണ്ടായിരുന്നു. സോ Vn+1 is equal to Vn. So now we check again our formula. അതായത് Rn+1 is equal to En+1 minus Vn+1 plus 2. ഇതാണ് ഫോർമുല വരുന്നത്. ദിസ് ഏരിയയിൽ En+1ല് ഒരെണ്ണം കൂടി, ഇവിടെ സെയിം തന്നെ, റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരെണ്ണം കൂടി. ഇവിടെ കൂടുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരെണ്ണം കൂടി, റൈറ്റ് ഹാൻഡ് സൈഡിൽ എഡ്ജസിന്റെ എണ്ണം ഒരെണ്ണം കൂടി. അപ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരേപോലെ വാല്യൂ ഇൻക്രിമെന്റ് വന്നതുകൊണ്ട് ഇക്വേഷൻ ട്രൂ ആണ്. ഈ ഒരു കേസിലും ഇക്വേഷൻ ട്രൂ ആണ്. സോ ഇൻ അതർ വേർഡ്സ് Rn+1 is equal to En+1 minus Vn+1 is true. Now we move on to the second case. One of the two vertices of the new edge is not already in Gn. ഏതെങ്കിലും ഒരു വെർട്ടെക്സ് Gn-ൽ ഇല്ല. അതായത് an+1ഓ bn+1ഓ സബ് ഗ്രാഫ് Gn-ൽ വരാത്ത ഒരു സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയ എഡ്ജ് ആഡ് ചെയ്യുമ്പോൾ പുതിയൊരു വെർട്ടെക്സും കൂടെ ആഡ് ആവും. ആ ഒരു കേസാണ് നോക്കുന്നത്. സപ്പോസ് ദാറ്റ് an+1 is in Gn but bn+1 is not. Adding this edge does not produce any new regions because bn+1 must be in the region that has an+1 on its boundary. Now what we are going to do is, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് an+1 എന്ന് പറയുന്ന വെർട്ടെക്സ് മാത്രമേ Gn-ൽ ഉള്ളൂ. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാനുള്ള എഡ്ജ് എന്ന് പറയുന്നത് an+1 to bn+1 എന്നുള്ള എഡ്ജാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഈ എഡ്ജ് ആഡ് ചെയ്യുമ്പോൾ എഡ്ജ് ഒരെണ്ണം ആഡ് ചെയ്യണം, വെർട്ടെക്സും bn+1 എന്ന് പറയുന്ന വെർട്ടെക്സും ഒരെണ്ണം ആഡ് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു എഡ്ജ് ആഡ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് റീജിയൻസ് ഒന്നും ആഡ് ആവത്തില്ല. ബിക്കോസ് എക്സിസ്റ്റിംഗ് ആയിട്ട് an+1 എവിടെയാണോ കിടക്കുന്നത് അതിന് ചുറ്റും ഒരു ബൗണ്ടറി അല്ലെങ്കിൽ അതിന് കൂടെ ഒരു ബൗണ്ടറിയിലേക്ക് വരുന്നതേ ഉള്ളൂ. Adding this edge does not produce any new regions because bn+1 must be in the region that has an+1 on its boundary. അപ്പൊ ഇവിടുത്തെ കേസിൽ എഡ്ജിന്റെ എണ്ണം ഒരെണ്ണം കൂടി, വെർട്ടെക്സിന്റെ എണ്ണം ഒരെണ്ണം കൂടി,
റീജിയനിൽ നോ ചേഞ്ച് ആണ് വരുന്നത്. സോ നമ്മൾ ഈ കേസിൽ നമ്മൾ ആ ഒരു റിലേഷൻ r is equal to e minus n plus 2 എന്ന് പറയുന്ന ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഇനി നോക്കേണ്ടത്. എഡ്ജിന്റെ കേസിൽ ഒരെണ്ണം കൂടി, അതേസമയം വെർട്ടെക്സിന്റെ കേസിൽ ഒരെണ്ണം കൂടി. അപ്പൊ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ബാലൻസ് ആയിട്ട് വരും +2. ഇവിടെ 1 ഇവിടെ 1 കൂടി, ആ 1നെ ഇവിടെ വെർട്ടെക്സ് വഴി 1 ആഡ് ചെയ്തിരുന്ന 1 വെച്ചിട്ട് ബാലൻസ് ചെയ്തു പോയി. അപ്പൊ ഈ ഒരു ഇക്വേഷൻ gn ൽ നിന്ന് gn+1 വരുമ്പോഴും ട്രൂ ആയിട്ട് തന്നെ നിലനിൽക്കും. So consequently Rn plus 1 is equal to Rn, En plus 1 is equal to En plus 1, and Vn plus 1 is equal to Vn plus 1. Hence also formula remains the same and true. In other words, Rn plus 1 is equal to En plus 1 minus Vn plus 1 plus 2 is true. So hence Euler's formula is true for all planar graphs. So if you are having any doubts, repeatedly hear this particular session. Now we are having two more theorems. We are having a corollary for this theorem. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ തിയറത്തിന്റെ ഒരു എക്സാമ്പിൾ സബ് ഗ്രാഫ് കൺസ്ട്രക്ഷൻ അതൊക്കെ. കൊറോളറിയിൽ പറയുന്ന ആ തിയറത്തിനെ ബേസ് ചെയ്ത് വരുന്ന രണ്ട് ഇൻഇക്വാലിറ്റീസ് ആണ്. In a simple connected planar graph with r regions, n vertices and e edges, the following inequalities hold. 3r less than or equal to 2e. അതായത് നമുക്കൊരു റീജിയൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം 3 എഡ്ജസ് എങ്കിലും വേണം. ഇപ്പോൾ 1 എഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ റീജിയൻ മാത്രമേ വരുള്ളൂ. 2 എഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഒരു എക്സ്റ്റേണൽ റീജിയൻ മാത്രമേ കാണുള്ളൂ. 3 എഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഏരിയ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഇൻഇക്വാലിറ്റി പറഞ്ഞേക്കുന്നത് 3r less than or equal to 2e. Then അടുത്ത ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് e less than or equal to 3n minus 6. r എന്ന് പറയുന്ന നമ്പർ ഓഫ് റീജിയൻ, e എന്ന് പറയുന്ന നമ്പർ ഓഫ് എഡ്ജസ്, n എന്ന് പറയുന്ന നമ്പർ ഓഫ് വെർട്ടീസസ്. ഈ രണ്ട് ഇൻഇക്വാലിറ്റിയും സിമ്പിൾ കണക്റ്റഡ് പ്ലേനാർ ഗ്രാഫിൽ ഹോൾഡ് ചെയ്യുന്ന ഇൻഇക്വാലിറ്റീസ് ആണ്. ഇനി ബൈപാർട്ടൈറ്റ് ഗ്രാഫ് ആണെങ്കിൽ there will be a small change in the inequality. 4r less than or equal to 2e. ബൈപാർട്ടൈറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ? വെർട്ടെക്സ് സെറ്റിനെ നമുക്ക് ഡീകമ്പോസ് ചെയ്ത് രണ്ട് സബ്സെറ്റ്സിലേക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ബൈപാർട്ടൈറ്റ് ഗ്രാഫിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള ഒരു ബൈപാർട്ടൈറ്റ് ഗ്രാഫിൽ മിനിമം 4 വെർട്ടിസസ് ഉണ്ടെങ്കിൽ ഒരു റീജിയൻ എൻക്ലോസ് ആവുള്ളൂ. ഇവിടുത്തെ കേസിൽ 3 വെർട്ടിസസ് ആയിരുന്നു. 3 വെർട്ടിസസിന്റെ കേസിൽ വരുമ്പം we have to give names to this. A, B, C. നമ്മൾ വെർട്ടെക്സ് V1, V2 എന്ന് പറയുന്ന ബൈപാർട്ടൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. A ഇവിടെ വന്നു, A ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിയും സിയും ഇവിടെയാണ്. പക്ഷെ ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ഷനിൽ ബൈപാർട്ടൈറ്റ് പോസിബിലിറ്റി വരുന്നില്ല. മറിച്ച് ഒരു സ്ക്വയർ നോക്കി, വെർട്ടെക്സ് V1, V2. A ഫസ്റ്റ് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ബി സെക്കൻഡ് സെറ്റിലും ഡി സെക്കൻഡ് സെറ്റിലും ആണ് വരുന്നത്. ബിയും ഡിയും സെക്കൻഡ് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് കോമൺ ഇൻസിഡന്റ് ആയിട്ടുള്ളത് സി ആണ്. അപ്പൊ നോക്കി, ബൈപാർട്ടൈറ്റ് ഗ്രാഫിൽ ഒരു റീജിയൻ എൻക്ലോസ് ചെയ്യാൻ വേണ്ടി 4 എഡ്ജസ് വന്നു. അതുകൊണ്ടാണ് 4 വെർട്ടിസസ് വന്നു. ഫോർ ബൈപാർട്ടൈറ്റ് ഗ്രാഫ് ദി ഇൻഇക്വാലിറ്റി ഈസ് 4r less than or equal to 2e എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ നോൺ പ്ലേനാർ ഗ്രാഫിന്റെ ഒരു രണ്ട് ഗ്രാഫ്സ് വരുന്നുണ്ട്, കൊർട്ടോസ്കീസ് ഫസ്റ്റ് ഗ്രാഫ് ആൻഡ് സെക്കൻഡ് ഗ്രാഫ്. അതിനി നോൺ പ്ലേനാർ ആണെന്ന് പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. അതിപ്പോ നമുക്ക് ഇപ്പൊ പറഞ്ഞ ആ ഇൻഇക്വാലിറ്റിയെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രൂഫ് വരുന്നത്. n equal to 5, k5 is non planar. k5 എന്ന് പറയുന്ന n vertices, 5 vertices 10 edges ആണ് k5ന്റെ പ്രത്യേകത. n equal to 5, e equal to n into n minus 1 by 2, that is 10. Using the second theorem of planar graphs, we are having an inequality e less than or equal to 3n minus 6. That is 10 less than or equal to 3 into 5, 15 minus 6. 3 into 5 minus 6 is 9. So k 10 less than or equal to 9. By planar graph ആയിരുന്നെങ്കിൽ ഈ ഇൻഇക്വാലിറ്റി ഹോൾഡ് ചെയ്തേനെ. പ്ലേനാർ അല്ലാത്തതുകൊണ്ട് കോൺട്രഡിക്ഷൻ വന്നു. So we say that k5 must be non-planar. The second Kuratowski's graph is K33. K33 is non-planar. In K33 we have
number of vertices are 6, number of edges are 9. K33 is a complete bipartite graph with total 6 vertices. If K33 were planar, as per our Euler's formula, we have to hold the inequality 4r less than or equal to 2e. Bipartite graph the region bound in 4 edge ആയിരിക്കും. So 4r less than or equal to 2e. So 4r means for this particular graph we are having regions 5. As per our complete by a planar graph theorem, Euler's formula, we have r equal to e minus n plus 2. That is 9 minus 6 plus 2. We obtain a value 5. 5 regions ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ 5 into ഈ ഇൻഇക്വാലിറ്റിനെ നമുക്ക് ചെക്ക് ചെയ്യണം. 4r, that is 4 into 5 less than or equal to 2e. 9 edges ആണ് നമുക്ക് വരുന്നത്. നമുക്ക് 9 edges വരുന്നത്, that means 20 less than, left hand side 20 right hand side 18 വരും. 20 less than or equal to 80, which is again a contradiction. So we say that K33 is non-planar. Planar ആയിരുന്നെങ്കിൽ inequality hold ചെയ്തേനെ. ഇൻഇക്വാലിറ്റിയിൽ കോൺട്രഡിക്ഷൻ വന്നതുകൊണ്ട് നമ്മൾ നോൺ പ്ലെയിനർ ആണെന്ന് പറയുന്നു. ഇതാണ് തിയറംസ് വരുന്നത്. ഇത്രയും ഈ 3 തിയറംസും നോർമലി റിപ്പീറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും കേൾക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.